മിണ്ടരുത്, മിണ്ടരുതെന്നാ പറഞ്ഞത്. നാക്കി അപ്പിട്ടെടുക്കും കൊണ്ടാരമേ. നീ പിടിച്ച് കെട്ടവനെ. ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ടൊരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം. മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിലെറിയട വീരേന്ദ്ര. ഞങ്ങളെ തീയിലെറിഞ്ഞ ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം, അല്ലടാ പരമനാറി. ആർച്ചയെ തൊട്ട് കളിച്ച ഒരുത്തരം വെറുതെ വിടില്ല. സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളുടെ കഴിഞ്ഞു ചേട്ടന്മാരെ. ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്. ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മന്നാടിയാരെ. ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ. ചേതുരാമ, നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. മന്നാടിയാന്മാർക്കെതിരെ പോലീസുകാരോടൊപ്പം ഞാൻ നിൽക്കാൻ പ്രേരിപ്പിച്ചത് നീയല്ലടാ. സേതു, തമാശ കളിക്കരുത്, പടക്കക്കളിയാണ്. കളി മുഴുവൻ കളിച്ച നീയല്ലടാ കാട്ടുകള്ള. ഇനി നിന്റെ ഒരു കളിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. മന്നാടിയാന്മാരെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന കരിങ്കാലിയല്ലടാ നീ. കരിങ്കാലി നിന്റെ മറ്റവൻ. പറയടാ ചൂലേ, മന്നാടിയാന്മാർ അറിയട്ടെ നിന്റെ തനിനിറം. പൊന്നു മനസ്സുള്ള തമ്പുരാക്കന്മാർ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത കോപ്പനാണിവൻ. പോയി പറയടാ നിന്റെ പോലീസുകാരോട് ആർച്ചക്കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആർച്ചക്കുഞ്ഞിനെതിരെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മാധവ, ഗുമസ്തരാണെന്നൊന്നും ഞാൻ നോക്കൂല. കത്തിച്ച് കളയടായി മുള്ളമ്പന്നിയെ. ഇപ്പൊ എന്താ പറഞ്ഞത്? കത്തിച്ച് കളയടാ മുള്ളംപന്നിയെന്ന്. അത് ഞാൻ. നീ എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവമാണ് മന്നാടിയാർ, ദൈവമാണ്. മാനവും മര്യാദയുമായി നാടുവാഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താൻ. സേതുരാമൻ, ഞാൻ മിണ്ടരുത് നീ. ആർച്ചയെ അപമാനിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചതിയൻ ചന്തുവാണിവൻ. കത്തിച്ച് ചാമ്പലാക്കൂ ഇവനെ. എടാ, നീയാണല്ലേ ഞങ്ങളുടെ പെങ്ങളെ അവമാനിക്കാൻ വന്നവൻ. തല്ലിക്കൊല്ലു ഞാൻ. ചേട്ടാ, ഞാൻ ഞാനൊന്നും തല്ലി കൊന്നാലും മന്നാടിയാരെ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും. ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്, അല്ലാതെ കാക്കിയിട്ട് അസുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല. എന്നെ വിശ്വസിക്കും മന്നാടിയാർ. IPC 340 സത്യം. സത്യം മാത്രം പറയുന്ന ഒരു ക്രിമിനൽ വക്കീലാണ് ഞാൻ. കറുത്ത ഗൗണിട്ട വ്യാജ വക്കീലല്ലേടോ താൻ? ഇതാരാണ് ഈ വെള്ളപ്രാണി? ഞാൻ ഈശ്വരൻ. ഈശ്വരൻ വക്കീൽ, മന്നാടിയാന്മാരുടെ കുടുംബ വക്കീൽ. ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടുതന്ന് വിജയശ്രീ ലാളിതരാകൂ മന്നാടിയന്മാരെ. ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലായി നിയമിച്ചു എന്ന് ഉറക്കെ പറയൂ. ഈ നാട് മുഴുവൻ കേൾക്കട്ടെ. പറയുന്നില്ല. എന്ത് കണ്ടിട്ട് അയാൾ ഓരിടുന്നത്? ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത്? ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നത്. തന്നോട് ആർച്ച ചോദിച്ചില്ല. ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം. ഞാൻ പോകാം, പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട്, അത് മറക്കണ്ട. പുഷ്പ കേസ് വിചാരണക്കെടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാനായിരിക്കും. അപ്പോൾ മറക്കാൻ ശ്രമിക്കുന്ന പലതും കൂട്ടിക്കേറ്റി നിർത്തി ചോദിക്കേണ്ട ഗതികേട് സേതുവിന് വരും. എനിക്ക് വേണ്ടപ്പെട്ടവർ ഉത്തരം കിട്ടാതെ വീർപ്പുമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഇനി പറ, ഞാൻ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലാകുന്നതിൽ ആർച്ചയ്ക്ക് എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇപ്പൊ പറ. ആർച്ച സമ്മതിച്ചു, നിയമിച്ചു. ആര്? ആർച്ച. ആരെ? സേതുവിനെ. സേതുവിനെ നമ്മുടെ കുടുംബ വക്കീലായി നിയമിച്ചു. ഒരു സംശയമുണ്ട്, ഈ മുള്ളമ്പന്നി എന്ത് ചെയ്യും? നീ കൊണ്ട് ചുട്ടു തിന്നടാ. ഞാനൊന്ന് പറഞ്ഞേക്കടാ. വെള്ളപ്പിശാചേ, നിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ, എന്റെ മന്നാടി ഭഗവതി, ആ വക്കീല് കാലെടുത്ത് കുത്തിയതോടെ എന്റെ ആർച്ചക്കുട്ടിക്ക് ഭ്രാന്തായല്ലോ. ഇറങ്ങി പോടി. ഞാനോ? ആരോട് ചോദിച്ചിട്ട് എന്റെ മുറി ഇതൊക്കെ എടുത്തോണ്ട് പോന്നെ? കൊണ്ട് വെക്കണോ അവിടെ? ഇനി തന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. ഈ മുറി ഇന്നു മുതൽ സേതുരാമൻ വക്കീലതാ. ഓ, അത് ശരി. ദേ ഒരു കൂട്ടുകിട്ടിന്ന് വെച്ച് നീ ഞെളിയണ്ട. എടോ കിഴി, നീ വെറും ഒരു മർമാണിയാണ്, കൃമി. നിനക്ക് തിരുമാനും ഉടിയാനും തളം വെക്കാനും അല്ലാതെ വേറെ എന്ത് പുലറിയോടാ? മന്നാടിയന്മാരെ വാദിച്ച് തോപ്പിച്ച് കുളം തോണ്ടല്ല തനിക്കെന്താ അറിയാമോ? വാദിക്കൂടോ? ഇനി വാദിക്കും. ഇല്ല, മന്നാടിയന്മാരുടെ ഒരു കേസും താൻ ഇനി വാദിക്കില്ല. ഞാനാണ് ഇനി ഒന്നാം വക്കീൽ.
തനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഗുമസ്തനായി കൂടിക്കൊള്ളൂ. സേതുരാമ, അതെ, സേതുരാമൻ BSc LLB, മന്നാടിയാമ്മാരുടെ കുടുംബ വക്കീൽ. നമുക്ക് കാണാവടാ. ഈ മണ്ണാടിയന്മാരെ കൊണ്ട് നിന്നെ ഇവിടെ അടിച്ചിറക്കി ചാണാവെള്ളം തിളപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഈശ്വരൻ എന്നല്ല. ഇങ്ങോട്ട് നടോ തേണ്ടി. ആർച്ചക്കുഞ്ഞിനോട് പറഞ്ഞ് ഇയാളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എന്റെ പേര്. ആ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞു. എന്തോ ഇടഞ്ഞ മട്ടാണ് കുഞ്ഞിന്. കണ്ണാടിയൊക്കെ തല്ലി പൊട്ടിച്ചു. ദാ ഒടുവിൽ രക്ഷപ്പെട്ടു. ആർച്ചക്കുഞ്ഞിനോട് പറഞ്ഞേക്ക്, ഒന്നല്ല ഈ വീട്ടിലെ മുഴുവൻ കണ്ണാടികളും തല്ലിപ്പൊട്ടിച്ചാലും സേതുരാമൻ ഇവിടുന്ന് പോവില്ലെന്ന്. അത്രക്കിഷ്ട. പിന്നെ ഇത് എന്ന് ആറ്റക്കുഞ്ഞിനോട് പറയട്ടെ. പറ. ഏ? ചെല്ല് ചെല്ല് ചെല്ല്. ആ, ഉം. ഇതെന്താ ഇങ്ങനൊരു വേഷം? ഓ അതോ പണ്ടാരോ ആങ്കൊച്ചാണെന്ന് പറഞ്ഞ് ഇവിടെ ഇട്ടേച്ച് പോയതാ. പിന്നീട് അറിഞ്ഞ പെണ്ണാണെന്ന്. വീട്ടിൽ വേറെ പെണ്ണുങ്ങളാരുമില്ലേ? പെണ്ണെന്ന് കേൾക്കുന്നത് ആർച്ചക്കുഞ്ഞിന് കലിയാ. വേലക്കാര് പോലും ആണുങ്ങളല്ലേ. മന്നാടിയന്മാരുടെ ഭാര്യമാരെ പോലെ ഓടിച്ചില്ലേ. വേറെ ആരെങ്കിലും ഇത് അറിഞ്ഞാലുണ്ടല്ലോ അടിച്ചതിന്റെ മർമ്മത്തിന്റെ ആനയെ ഇളക്കം മർമാണി. എനിക്കറിയാം, സത്യം പറയണം. അവൻ കാല് മാറി സാറേ. കാല് വെപ്പുകാരായിരുന്നു. വിടാനുള്ള പട്ടി. എന്റെ മെലിച്ചിക്കണേ പോയി പിടിക്കണല്ലേ. മാർക്കറ്റിൽ തോറ്റതിന് എന്റെ കൂമ്പിടിച്ച് വാട്ടല്ലേ അമാനെ. എന്റെ കേസ് കേട്ട് അവന്റെ കയ്യിലാ മാമ. നിന്റെ കേസ് കെട്ടും എന്റെ മാനവും കൊണ്ടാവൻ പോയത്. വിടില്ല ഞാൻ അവനെ. വിടരുത്. നമ്മളെ അവൻ ചതിക്കായിരുന്നു അമ്മാവാ. എന്നെയും സാറിനെയും ചതിച്ച ചതിയം സേതുരാമനെ നമുക്ക് മറക്കാം. ആ, നില്ല്. അതങ്ങനെ മറക്കാൻ പറ്റില്ല. നീയേ ആ വക്കീലിനെ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം. മനസ്സിലായോ? ഇത് വിട് സാറേ. ശ്വാസം ആ, ശ്വാസം വിട്. ആർച്ചേ, ഇതെന്ത് നേർച്ച? എന്തിനെ? എന്റെ തല പൊട്ടി പൊയ്ക്കോട്ടെ. ആർക്കാ ഇവിടെ ചെയ്തം? ആർച്ചേ മോളെ, കരയല്ലേ. അവനെ കൊണ്ട് കനലാട്ടമല്ല പാതാളക്കാവടി ആടിക്കുന്ന കാര്യം ഈ വീരേട്ടനേറ്റു. അത് മതി. ഹര ഹരോ ഹര ഹര. എടാ വക്കീലേ, നിന്നെ ഞാനിവിടെ കുടുംബ വക്കീലായി വാഴിക്കാം. ചടങ്ങ് കഴിയട്ടെ. മന്നാടിപുരത്തെ മന്നാടിയാന്മാരുടെ കേസുകെട്ടുപുരയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരൂ വക്കീലെ. ഇടതുകാൽ വെച്ചാലും കേസുകെട്ടുപുരയിലേക്ക് കയറാം. തനിക്ക് എന്താടോ ഒരു ഞെരക്കം? നേര് നിരങ്ങിയേ വരൂ. കള്ളം പറന്നു വരും. കേസുകെട്ട് കാണിച്ചു കൊടുക്കടോ. ഇത് ഞങ്ങളുടെ കത്തിക്കുത്ത് കേസുകളാ. എത്ര എണ്ണം ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ചേറ്റുവ അങ്ങാടിയിൽ നടന്ന കത്തിക്കുത്തടക്കം 19. ഒരുത്തനെയും കൂടെ പോയി കുത്തിയിട്ട് വന്നിരുന്നെങ്കിൽ പറയാനൊരു നല്ല സംഖ്യ ആയനെ. 20. കറക്റ്റ്. ഇനി വാ. ഇത് മുഴുവൻ പഞ്ചാരയാ. അയ്യോ, എന്നാ ഉറുമ്പരിക്കാൻ നോക്കണം. അതല്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ പെങ്ങളെ പഞ്ചാര അടിച്ചവന്മാരെ തല്ലിയതിന്റെ കേസാ. അവളെ തൊട്ടാൽ തൊട്ടവരെ തട്ടും. താനോ? ഞാനല്ല, അവിടുന്ന്. ഇതൊക്കെ എന്താണെന്നറിയാമോ? മോചന കേസുകൾ. അപ്പൊ മോഷണമുണ്ടോ? മോഷണമല്ല, മോചന കേസ്. വിവാഹ മോചന കേസുകൾ. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെങ്ങളായ ആർച്ചയെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു. മതി. ആർച്ചയുടെ വാക്കാ ഞങ്ങൾക്ക് വലുത്. അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല, നാട്ടിലുമില്ല. മനസ്സിലായോടോ വക്കീലെ? ആ സൂക്ഷിച്ചു കണ്ടു ഇരുന്നോ. എന്നോടോ? അവിടെ പറഞ്ഞു. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. പോക്കത്തിൽ മാത്രം കാണിക്കരുത്. വക്കീലർ ഒരുങ്ങിയില്ലേ? വാ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നോ? കനലാട്ടത്തിന്. കനലാട്ടോ? ആ, ഞങ്ങളുടെ ആർച്ചയുടെ നേർച്ചയാണ്. മന്നാടിയാന്മാരുടെ കേസെടുക്കാൻ ഒരു പുതിയ വക്കീലിനെ കിട്ടിയാൽ അയാളെ എരിയുന്ന കനലിലൂടെ കാവടി എടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയേക്കാമെന്ന്. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി വെച്ചല്ല, അമ്പലത്തിൽ വെച്ച്. തീ എന്ന് കേട്ടപ്പോഴേ വാ പൊള്ളിയോ. പോയി തീക്കനൽ മെതിച്ചിട്ട് വാ. കനലാട്ടത്തിന് സമയമായി. മന്നാടിയാ, വേഗം വാ. വേഗം വേഗം. അപകടമുണ്ടാകാൻ തീയും നുണയും വളരെ കുറച്ച് മതി. കനലിൽ നടന്ന് വെന്തുരുകി ഞെരിഞ്ഞമർന്ന് കരിഞ്ഞ് കരിക്കട്ടയാകാനാണ് നിന്റെ വിധി. ബാടിയട്. ഹര ഹരോ ഹര ഹരോ ഹര ഹര. ഇവരിതാ കരിഞ്ഞു. എന്താ ഹര ഹരോ ഹര ഹര. ഇന്ന് കഴിഞ്ഞിട്ട് വിടാം. എന്റെ കാലുരുകുന്നേ. എടീ, ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ
ഞാൻ ചെങ്കോട്ട വീട്ടിൽ സേതുരാമനല്ലടി. ആണെന്ന് ആര് പറഞ്ഞടാ? ഇപ്പൊ നിന്റെ ഉള്ളംകാല് വെന്തു. ഇനി നിന്റെ ഉച്ചന്തല വരെ ഉപ്പിട്ട് വേവിക്കാനുള്ള നേർച്ചകൾ നേരാൻ പോകണ്ടടാ ഈ ഈശ്വരൻ. എന്റെ ഈശ്വര, എനിക്ക് ശക്തി പകരൂ. ഓടാ പട്ടി. എന്നെയാണോ? നീയാണോ? നീ മണ്ണാടി കോടതി കാലൂത്തുന്ന ദിവസം നിന്റെ തലയാ മൊട്ടയടിക്കൂടാ. ഓ, താൻ ഇവിടുത്തെ ക്ഷവരക്കാരനും കൂടാ. അതേടാ, നിന്നെ ക്ഷവരം ചെയ്യാൻ വന്ന കലിയുഗ അവതാരമായ ഈശ്വരനാടാ ഞാൻ. നിന്റെ നാക്ക് വലിച്ചു നീട്ടി അതിൽ ശൂലം കുത്തി നിന്റെ മുതുകത്ത് ഹൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പൊക്കൂടാ. അയ്യോ കരയണ്ട കരയണ്ട. അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ നേർപ്പിക്കൂടാ. തെണ്ടി ഡബിൾ എടാ, തെണ്ടി. നിന്നെ ഞാൻ- ഓ, അയ്യോ. ഒരുപാട് വെന്തോ ഇപ്പൊ വെന്തോ? മോങ്ങാതെ കിടക്കണം. ഈശ്വരനോടാണ് അവന്റെ കളി. ഓടാ നരകപ്പിശാചേ. അതേടാ, ഏ? നിനക്കിപ്പോ ഞാൻ നരകപ്പിശാശായല്ലേ? നീ ഇവിടെ? അതെ, ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെയാ. മണിമാളികയിലെ ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ? അപ്പാപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്നവിടെ ശപ്പ്. മാധവ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീനൊന്നും പറയണ്ട കേട്ടാ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. എന്റെ ഓർമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല മാധവ. ദേ ഇത് കണ്ട, നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചത്. നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. നീ എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ടല്ലോ. നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല. നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട്, എന്റേത് മാത്രമായ രഹസ്യം. പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം. എനിക്ക് ഈ മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട്. അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലാവില്ല. നോണ, ഇത് നോണ. നുണയല്ല. ഇന്ന് രാത്രി എനിക്ക് അവളുടെ മുറിയിൽ കയറി ചെല്ലണം. അങ്ങനെയാണെങ്കിൽ കേറി ചെല്ലാൻ ഞാനും സഹായിക്കാം. നീ നിന്നാ ശരിയാവത്തില്ല, നീ പൊയ്ക്കോ. ആഹാ, ഞാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് പോയില്ലേ പോലീസുകാരന്റെ ജീവൻ എടുക്കും. നീ വാ. നീ കയ്യിൽ നിന്ന് വിട്. വിടുന്ന പ്രശ്നമില്ല. വിടാനാ പറഞ്ഞത്. നീ ഓടാ. മന്നാടിയാമ്മാരെ, ആ പോലീസിന്റെ ചാരൻ. ആര്? നീ കള്ളൻ, ഓടി വായോ. അതുവഴി 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 അങ്ങോട്ടല്ല, അതുവഴി പോവാൻ. ആരാള്? ആരാള്? നിക്കടാ, അവന്റെ നാക്ക് പൊളിച്ച് പിടിക്കാം. ഓടാ. ഓടാ, ഓടാ. ഓടാ. അങ്ങോട്ട് നോക്കടാ. ചെല്. ആ, ചെല്, ചെല്. അർമാനി, അവിടെ നില്ല. അവിടെ പോയി നോക്കണോ? ചെല്, ചെല്. വാ, വാ, വാ. അവൻ എന്റെ കൈ കിട്ടിയാണല്ല. എന്താണ് കാണിച്ചത്? 500 വർഷം പഴക്കമുള്ള മുത്തച്ഛന്റെ ഉപ്പാകെ പറഞ്ഞ് തല്ലിപ്പൊളിക്കോ? അയ്യോ, ഞാൻ വിചാരിച്ചു പുതിയ ഭരണിയാണെന്ന്. പുതിയതാണെങ്കിൽ താൻ തല്ലിപ്പൊളിക്കോ? തന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കാൻ. ഓ, ഈ തീറ്റ ഗുണ്ടിന് ഉറക്കമില്ലേ? അടയാളം ഫ്ലവർ വേസ് ഇല്ലാത്ത ഭരണി. ഞങ്ങളുടെ മുത്തശ്ശൻ അമ്പഴങ്ങ ഉപ്പിലിടുന്ന 1000 കൊല്ലം പഴക്കമുള്ള ഭരണിയായിരുന്നു. ഞാൻ വിചാരിച്ച 500 കൊല്ലം പഴക്കമേ ഉള്ളത് ഈ ഭരണി. സേതുരാമ, നിനക്ക് ഞാൻ തരേണ്ടത് അവിടെ നിന്ന് കിട്ടി. കിട്ടണം. നീ ഇതുവഴിയല്ലേ പോയത്, ഇതുവഴി തന്നെ നിനക്ക് തിരിച്ചു വരണം. വരൂ, വാടാ. നിനക്ക് ചാക്കിൽ പോവാനടാ യോഗം. വരൂ. അവിടെ നിക്കടാ മോനെ. ഞാൻ ഈ ചാക്കിട്ട് പിടുത്തം ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ലടാ. അങ്ങനെയായാലും പറ്റും. ആ, കൊണ്ടുവാ കൊണ്ടുവാ. മാധവൻ ഒരു സാധനം കൊണ്ടുവരെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നിരിക്കും. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എടാ സേതുരാമൻ വക്കീലെ, നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ പാള കീറുന്ന പോലെ കീറൂടാ.
ഇടിച്ചുരുട്ടടാ. ഇവന്റെ എല്ലുപൊടി എങ്കിലും എനിക്ക് തരണം. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ. ആ ചാക്ക് മാറ്റേ, എന്നിട്ട് വിലങ്ങ് വെച്ച് അകത്ത് തള്ളു. ബാക്കി അവിടെ ചെന്നിട്ടാകാം. ആ. ഇവനെന്താ ഒളിച്ച് കളിക്കേ? അയ്യോ, ഈശ്വരൻ അങ്ങനെ ചാക്കിനകത്ത് വന്നു. എങ്ങനെ വന്നു? ഈശ്വരൻ ചാക്കി മാത്രമല്ല ചുക്കിലും ചുണ്ണാമ്പിലും വരും. പിടിക്കടാ അവനെ. സോറി കേട്ടോ. വിളിക്ക്. വലിയ ആങ്ങളെയും നടുവാങ്ങളെയും ചെറിയ ആങ്ങളെയും എല്ലാരും വിളിക്ക്. എന്റെ മുറിയിൽ കയറി. വെറുതെ കയറിയതല്ല. നീ മന്നാടിയാന്മാരുടെ പുന്നാര പെങ്ങൾ ആർച്ച എന്നെ വിളിച്ചു കയറ്റി. അല്ലെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ? കാണാൻ കൊള്ളാവുന്ന ഒരു ആണിനെ കണ്ടപ്പോ പെണ്ണിന് ഇളകി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആങ്ങള പട്ടാളത്തിന്. ആങ്ങളമാരറിയട്ടെ പെങ്ങളുടെ തനിനിറം. അപ്പൊ താൻ എന്നോട് കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. കൊണ്ടുപോകാൻ വന്നവൻ കൊണ്ടേ പോകൂ. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ആണുങ്ങളെ അടിമുടി ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത് നിനക്കൊരു രസമാണ് അല്ലേടി മന്നാടിപുരത്തെ യക്ഷി? നിന്നെ തളയ്ക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞു തന്റെ വാദം. ഇല്ലടി, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സേതുരാമൻ സൂക്ഷിക്കണം. തുടക്കം പിഴയ്ക്കരുത്. ചെങ്കോട്ട സേതു ജയിച്ചു എന്ന് അഹങ്കരിക്കണ്ട. ആളെ കൂട്ടി തന്നെ ഈ മുറിയിൽ നിന്ന് തല്ലിയിറക്കാൻ ആർച്ചയ്ക്ക് കൈവിരലൊന്ന് ഞൊടിച്ചാ മതി. പിന്നെ എന്താ ഞൊടിക്കാത്തത്? ആ ശിക്ഷ പോരാ തനിക്ക്. ആർച്ചയുടെ മുറിയിൽ കയറിയവൻ അനുഭവിച്ചിട്ട് പോയാ മതി. വല്യേട്ടാ! അയ്യോ കുഞ്ഞെ, എന്താ ഇത്? അയ്യേ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി. എന്റെ മാത്രം കുറ്റമല്ല. ഒരു പെണ്ണാണെന്ന് ആർച്ചയെ ഓർക്കണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ. എന്റെ ദൈവമേ, ഞാൻ എന്തുവായി കേട്ടത്? ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ?